എറണാകുളം ഉദയംപേരൂർ കണ്ടനാട് ഗവൺമെന്റ് JB സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണു. പ്രീ പ്രൈമറി അംഗൻവാടി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കെട്ടിടമാണ് തകർന്നത്. അപകട സമയത്ത് കുട്ടികളില്ലാത്തതിനാൽ ഒഴിവായത് വലിയ ദുരന്തമാണ്. വിഷയത്തിന്റെ ഗൗരവം പഞ്ചായത്ത് അധികൃതർ നേരത്തെ അറിയിച്ചില്ല എന്നാണ് സ്ഥലം MLA K. ബാബു പറയുന്നത്. മഴക്കാലത്തെ ഈ സ്കൂളിന്റെ ദുരവസ്ഥ നേരത്തെ 24 വാർത്തയാക്കിയിരുന്നതാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് നടുക്കം വിട്ടു മാറിയിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചിന്തിക്കുന്നത് എൻ്റെ മക്കളുടെ വിചാരമാണ്. ഞാൻ പോയാലും എൻ്റെ മക്കളെ കുഞ്ഞുങ്ങളെ അവരോട് ഞാൻ സമാധാനം പറയുന്നുള്ള ചിന്തയായി പോയി എനിക്ക്. പിണറായി സർക്കാരിന്റെ പദ്ധതികളിലെ നാഴികക്കല്ലായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് എറണാകുളം ഉദയംപേരൂർ കണ്ടനാട് സ്കൂൾ ഇങ്ങനെ നിലം പതിച്ച് കിടക്കുന്നത്. 24-ന് പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലൂടെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വാർത്തയാക്കിയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലോ നടപടികളോ ഉണ്ടായില്ല എന്ന് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഈ വലിയൊരു അപകടത്തിന്റെ ഞെട്ടലെന്ന് ഇപ്പോഴും മാറിയിട്ടില്ല ഇവിടെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും. ഇന്ന് രാവിലെ 9:30ഓടെയാണ് സംഭവം. ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിന് അധീനതയിലാണ് കണ്ടനാട് ഗവൺമെന്റ് JBS. കാലങ്ങളായി തുടങ്ങിയതാണ് ഇവിടുത്തെ ദുരവസ്ഥ. മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പലതവണ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. പ്രീ പ്രൈമറി ക്ലാസ്സുകളും അംഗൻവാടിയുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 9 വിദ്യാർത്ഥികളാണുള്ളത്. അപകട സമയത്ത് വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഒഴിവായത് വലിയ ദുരന്തം. മഴവെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അല്ലാതെ ബിൽഡിങ്ങിൻ്റെ സീലിംഗ് ഒന്നും വീഴാനുള്ള സാധ്യതയില്ല. ബിൽഡിംഗ് പഴയതായിരുന്നു, വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം ജീർണാവസ്ഥയിലാണെന്നുള്ളത് നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല. വിഷയത്തിന്റെ ഗൗരവം പഞ്ചായത്ത് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നില്ല എന്ന് സ്ഥലം MLA K. ബാബു. ഇത് പഞ്ചായത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാണ്. എനിക്ക് ഇവിടെ കെട്ടിടം പണിയണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചുകൊണ്ടോ ഒരു നിവേദനം ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. പഞ്ചായത്തിന് മുന്നിൽ വിഷയമുണ്ടായിരുന്നുവെന്നും അറ്റകുറ്റപ്പണികൾക്കായുള്ള പദ്ധതികളിലൂടെ കടന്നു പോവുകയായിരുന്നുവെന്നും ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അംഗൻവാടിക്കാണെങ്കിൽ വേറെ കെട്ടിടമില്ല, അപ്പോൾ തൽക്കാലം അവിടെ ഒന്ന് പ്രവർത്തിച്ചതാണ്. അത് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു ഇപ്പുറത്തൊരു കെട്ടിടം ആവശ്യത കിടപ്പുണ്ടല്ലോ, അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ കാര്യമാണെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ ദുരവസ്ഥയും പ്രതിസന്ധിയും റിപ്പോർട്ട് ചെയ്തു. ഒരു നടപടിയും ഉണ്ടായില്ല. അവസാനം അത് തകർന്നടിയുന്ന സാഹചര്യമുണ്ടായി. ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഉണ്ടായിരിക്കുന്ന ഒരു ബസ് പ്രവർത്തിക്കുന്നില്ല. സ്കൂളിൻ്റെ പരിസരം ആകമാനം ശോചനീയാവസ്ഥയിൽ കിടക്കുന്നു. പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല. ഫിറ്റ്നസ് പഞ്ചായത്തിൻ്റെ കൊടുത്തിട്ടെന്നാണ് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുത്താലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ സംഭവിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വാർഡുകളിൽ ഇതുപോലുള്ള സ്കൂളുകൾ ഇനിയും ധാരാളം ഇരിപ്പുണ്ട്. അപ്പോൾ നാളെ അവിടെയും ഇതുപോലുള്ള ദുരന്തങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഉചിതമായ നടപടികൾ ഉടനടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് നൽകുന്ന ഉറപ്പ്. കെട്ടിടം പൂർണ്ണമായും പൊളിക്കും. സ്ഥലത്ത് പ്ലേഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള ആലോചനയിലാണ് അധികൃതർ. അപകടത്തിന് പിന്നാലെ പ്രസിഡന്റ് സ്ഥലത്തെത്തി, MLA എത്തി, മറ്റ് ജനപ്രതിനിധികളെല്ലാം തന്നെ എത്തി. ഇവർ ഇനി വന്നിട്ട് പോയാൽ മാത്രം പോരാ, എത്രയും വേഗം നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യം മാത്രമാണ് ഇവിടെ നിന്നും ഉയർന്നു വരുന്നത്. അത് ഉണ്ടാകട്ടെ. ക്യാമറാമാൻ AS അഭിജിത്തിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ മഴക്കാലത്ത് സ്കൂളിന്റെ ദുരവസ്ഥ 24 റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്തിയതാണ്. പക്ഷേ ഒരു ഇടപെടലും ഉണ്ടായില്ല. അന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്രയും വഷളാകാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ അത്തരമൊരു ഇടപെടൽ ഉണ്ടായില്ല. ജനങ്ങൾക്ക് എന്താണ് കൂടുതലായി പറയാനുള്ളതെന്ന് കേൾക്കാം. എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി ഇന്നത്തെ രക്ഷപ്പെടലിൽ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല സംഭവിച്ചത്. കൊച്ചുങ്ങളാരുമില്ല. ഇവിടുത്തെ പിള്ളേർ 1 തൊട്ട് 4 വരെയുള്ള പിള്ളേർ പ്രേയറിന് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ആ കെട്ടിടം വീണ് കിടക്കുന്നത്. സ്കൂളിൻ്റെ ഉള്ളിൽ സീലിംഗ് ആണ്. അതുകൊണ്ട് ഉള്ളിലുള്ള ഈ പട്ടികയുടെയും കഴുക്കൊണ്ടൊന്നും ദ്രവീകരണം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നില്ല. പിന്നീട് എല്ലാ വർഷവും മെയിൻ്റനൻസിന് വേണ്ടി ഫണ്ട് വയ്ക്കാറുള്ളതാണ്. ഇത്തവണ ഈ മേൽക്കൂരയ്ക്ക് വേണ്ടി ഫണ്ട് വെച്ചിട്ടുള്ളതാണ്. അത് പഞ്ചായത്തിലെ എല്ലാ LP സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ദ്രവിച്ച പട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. 150 വർഷം പഴക്കമായിട്ടുള്ള കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. പഞ്ചായത്ത് പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടില്ല. അത് വലിയ അലംഭാവം തന്നെയാണ്. ആ അലംഭാവം തീർച്ചയായിട്ടും അവഗണിക്കാൻ കഴിയുന്നതല്ല. അതിന് മറുപടി പറയേണ്ടി വരും.
ധാരാളം പ്രേക്ഷകർ ഈ വാർത്തയ്ക്ക് ശേഷം അവരുടെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. തെല്ലുരോക്ഷത്തോടെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. മിനി ബാബു പറയുന്നു, ഒരു കാര്യവും ആർക്കും ശ്രദ്ധിക്കാൻ നേരമില്ല, കുട്ടികളുള്ള സമയത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിക്കുന്നു. അതുതന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. വസന്തകുമാരി പറയുകയാണ്, ദൈവമാണ് ആ കുട്ടികളെ കാത്തത് എന്നത്. മോഹൻ പറയുന്നതും അങ്ങേറ്റം ഷോക്കിംഗ് ആയൊരു വിവരമാണ്. ഇത്രയും വാർത്ത പുറത്തു വന്നിട്ടും അതിലൊരു ഇടപെടലും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇതിന് സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി കെട്ടിടങ്ങൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുണ്ട്, സ്കൂളുകൾ അടക്കമുണ്ട്. അതിലൊക്കെ ഇടപെടൽ വേണമെന്നുകൂടിയാണ് ഇതാ പല പ്രേക്ഷകരും ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്.